ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ബിഗ് ബോസ് സീസൺ 7 ഡേ 1ൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഡേ 2ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ആൾക്കാർ ആക്റ്റീവായി തുടങ്ങിയതുപോലെ, ചില ആൾക്കാർ ആക്റ്റീവായി തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്നലെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കണ്ടത് അനിമോളും അനീഷും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. അനിമോള് അനീഷിനോട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് അനീഷ് തിരിച്ച് വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെറിയൊരു ഇഷ്യൂ പോലെ എനിക്ക് തോന്നി. പക്ഷേ അതൊന്നും അത്ര വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ചിലപ്പോൾ മേ ബി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഒരു ഇഷ്യൂ ആക്കിയതായിരിക്കും, എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വീണ്ടും ഈ പറഞ്ഞ പോലെ അനുമോളും ഷാനവാസും പിന്നെ അപ്പാനി ശരത്ത് തോന്നുന്നു ഇവരുള്ളൊരു ഇഷ്യൂ ആണ്. എന്താ പറയുക, ഈ ഷാനവാസിനാണോ അപ്പാനി ശരത്തിനാണോന്ന് അറിയില്ല, ആർക്കൊരാൾക്ക് എന്താ ഭയങ്കര കഴുത്ത് വേദന എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്താ അത് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ മാറും. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടേഴ്സൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്, അവരെല്ലാം മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്, ഡോക്ടേഴ്സ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് ഇങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുന്നത് ആണെന്ന്. അപ്പോഴേക്കും ഇവർ പറയും ഇല്ല എന്നപ്പോൾ അനുമോള് മൊത്തത്തിൽ ഡോക്ടേഴ്സിനെ എല്ലാവരും ഒരുമിച്ച് ഇൻസൾട്ട് ചെയ്തു, അതിനെ സംസാരിക്കരുത്, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡോക്ടറുണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഓവർ റിയാക്ട് ചെയ്ത് പിന്നെ അനുമോള് ഭയങ്കര കരച്ചിലും ഇതെല്ലാമായി. അപ്പം അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കരച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇനിയും 100 days ആകുമ്പോൾ ഇഷ്ടംപോലെ പുതിയ പുതിയ ഇഷ്യൂസ് വരും. അപ്പോൾ ഇപ്പോഴേ ഇത്രയും ചെറിയൊരു കാര്യത്തിന് കാര്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തോരം കുറേ ഇനി ഇതിലും വലിയ ഇഷ്യൂസ് വരുമ്പോൾ പിന്നെ കരയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെനിക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കരച്ചിൽ പോലെ എനിക്ക് തോന്നി. അപ്പം ചിലപ്പോൾ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അത് അവരുടെ പേഴ്സണൽ. എനിക്ക് എൻ്റെ വ്യൂ ഇങ്ങനെയാണ് തോന്നിയത്. പിന്നെ വരുന്നത് ഒരു ടാസ്ക്കാണ്, ഈ പറഞ്ഞ പോലെ പണിപ്പുര ടാസ്ക്. അപ്പോൾ പണിപ്പുരയിൽ ഫസ്റ്റ് തന്നെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് നൂറ, ആതിരേനെയും പിന്നെ അക്ബറിനെയാണ്. അപ്പം അവർക്ക് കൊടുത്തിട്ടുള്ള 16 സെക്കൻഡാണ് തോന്നുന്നു. 16 സെക്കൻഡിൽ കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് തരണം. പക്ഷേ അവരെല്ലാം കൂടെ മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ആ ബാസ്ക്കറ്റിലോട്ട് ഇടുമ്പോഴേക്കും 16 സെക്കൻഡിൻ്റെ മേലെയായി. അപ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞു ടൈം ഔട്ട് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവച്ചത് കാരണം അതെല്ലാം തിരിച്ചതേപോലെ പണിപ്പുരയിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അതും ഇതേപോലെ അവർ ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത് എല്ലാം കൂടെ മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ട് അവിടെ വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കുറച്ച് കൈ കിട്ടിയത് ഒന്ന് വേഗം പോയി വെച്ചിട്ട് പിന്നെ ബാക്കി കളക്ട് ചെയ്യാൻ പോയാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും അവർക്ക് കിട്ടിയേനെ. അതിവൺ ബിഗ് ബോസ് പോലും പറഞ്ഞു മൊത്തത്തിൽ കളക്ട് ചെയ്യാൻ നിന്നതാണ് ഒരു മണ്ടത്തരം, മണ്ടത്തരമായിട്ട് ബിഗ് ബോസിനും തോന്നി, എല്ലാവർക്കും പിന്നെയാണ് തോന്നിയത്. അതാണ് പിന്നെ പണിപ്പുര ടാസ്ക്. അപ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് മൊത്തം വേസ്റ്റായി. ആ കിട്ടിയ സാധനങ്ങളൊക്കെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കേണ്ടി വന്നു. പിന്നെ വരുന്നത് അതിൻ്റെ ഇടയിൽ അനിമോളും ഗസേലയും കൂടെയുള്ള ചെറിയൊരു ഇഷ്യൂ. അതിനൊരു 2 തവണ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു തവണ ഇവർ അവിടെ ഹൗസ് ക്ലീനിങ് സമയത്ത് തൂക്കുന്ന സമയത്ത് ചൂലിൻ്റെ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ചൂല് അടിച്ചു വരുന്ന സമയത്ത് പറ്റുന്ന ചില ഇഷ്യൂസും കാര്യങ്ങളും. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ തൂക്കാലേ അത് നന്നായിട്ട് പോവുള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടെ ചെറിയൊരു ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇതുപോലെ ടോക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചായ ഉണ്ടാക്കുന്ന സമയത്തും അനുമോളുണ്ടാക്കുന്ന ചായ കൊള്ളില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ഗസിൽ. അപ്പോൾ ആ ഒരു 2 സമയത്ത് ഇവർ തമ്മിലുള്ള ചെറിയൊരു ഇവരുടെ ഒരു ഒപ്പീനിയൻ്റെ ഇഷ്യൂ അവിടെ വരുന്നുണ്ട് 2 പേർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ അനുമോള് കുറച്ചും കൂടെ പല ക്ലാഷസിലും അനുമോൾ ഇൻവോൾവഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ഇന്നലെ. അങ്ങനെ കുറേ ഇതിൽ ഞാൻ കണ്ടു. പിന്നെ വീണ്ടും ബിഗ് ബോസ് ഇവർക്ക് വീണ്ടും ടാസ്ക് കൊടുക്കും. അത് എലിമിനേഷൻ ടാസ്ക്കാണ്. ഒരു ഗെയിം കൊടുത്തിട്ട് അതിനകത്ത് ഏറ്റവും ആ ഒരു ഇതിൽ ആരാണ് ഔട്ടാവുന്നത്, അപ്പോൾ അവർ സ്പോട്ട് എലിമിനേഷനിലൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇതിന് മുമ്പ് ഒരു സീസണിലും ഇങ്ങനൊരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ സീസണിലതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാ ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് ഇവരെ 2 പേരെയാണ്. അല്ല, ബെൻസി,
പിന്നെ ഷൈത്യ, ഷാനവാസ്, പിന്നെ ലിറ്റ്സ, ഇവർ 4 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം എനിക്ക് തോന്നുന്നു രാത്രി 11 മണിക്ക് ശേഷം ഇവർ 4 പേരും പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് എന്താ പറയുക, ആരെങ്കിലും ഒരാൾ ആ ഒരു കട്ടിലുണ്ടാവും, അതിൽ ഒരാൾ കിടക്കണം. ബാക്കി എല്ലാവരും കട്ടിലിന് ചുറ്റും നിൽക്കണം. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരറിയാതെ കട്ടിലോട് കൂടി ആ ഒരു റെഡ് സോൺ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊണ്ട് ഉറങ്ങുന്ന ആളറിയാതെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അയാൾ സ്പോട്ട് എലിമിനേഷൻ ആവുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ അതിനകത്ത് ബെൻസിയാണ് തോന്നുന്നു കടന്നിരുന്നത്. അപ്പോൾ എല്ലാവരും ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഷാനവാസും അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഉറങ്ങുന്ന പോലെ തോന്നി. അപ്പോൾ ഇതാണ് ഇന്നലെ. അതോടുകൂടി നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് കാണും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇന്നലത്തെ ഒരു കളിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വോട്ട് ചെയ്തത്. മിനിഞ്ഞാന്ന് വോട്ട് ചെയ്ത ആൾക്കല്ല ഞാൻ ഇന്നലെ വോട്ട് ചെയ്തത്. കാരണം എനിക്ക് ഇന്നലെ കുറച്ചും കൂടെ ഇതായിട്ടുള്ള വേറൊരാൾക്ക് വോട്ട് ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഡേ 3 റിവ്യൂ ആയിട്ട് കാണാം. ടാറ്റാ.